ശിവാനി, ഈ മായാങ്കന വന്നു കഴിഞ്ഞു നിന്നെ വകവരുത്താൻ വേണ്ടി. നിന്നെ രക്ഷിക്കാൻ ഇനി ഒരു ശക്തിക്കും കഴിയുകയില്ല. കാരണം എന്തെന്നാൽ നിനക്ക് കാവൽ നിൽക്കുന്ന എല്ലാ ശക്തികളും ഇപ്പോൾ എന്റെ കാൽ കീഴിലാണ്. ഇനി നീ ബാക്കിയുണ്ടാവില്ല. നിന്നെ ഞാൻ ഭസ്മമാക്കിക്കളയും. നന്നായി മായാങ്കനെ, നന്നായി. മഹാസൗന്ദര്യ രാശിയാണ് നിനക്ക്. അന്ന് നീ എത്ര സൗന്ദര്യവതിയായിരുന്നു. അതിനൊരു മാറ്റം ഇപ്പോഴും ഉണ്ടായിട്ടില്ല. വീണ്ടും ഈ ഭൂലോകത്തേക്ക് ഞാൻ തിരിച്ചു വന്നു. എന്റെ ഈ സൗന്ദര്യം, എന്റെ ഈ രൂപം, ഇതെല്ലാം ഞാൻ ബാക്കി വെച്ചിരിക്കുന്നത് എന്റെ ഏറെക്കാലത്തെ ആഗ്രഹമായ എന്റെ ആദിശേഷിനെ എന്നേക്കുമായി സ്വന്തമാക്കാനാണ്. അതുപോലെ തന്നെ നാഗലോകത്ത് നിന്നൊരു ദൗത്യം നിർവഹിക്കാൻ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നതുമാണ്. വെറും ഒരു ആത്മാവായിട്ട് അലഞ്ഞു തിരിഞ്ഞു നടന്ന് എന്നെ ഇവിടേക്ക് അയച്ചു. അതൊക്കെ എന്റെ പൂർവ്വജന്മത്തിലെ സുഹൃതബലം കൊണ്ടാണ്. ഇപ്പോൾ എനിക്ക് ആ സമയം ആഗതമായിരിക്കുന്നു. ധൈര്യം വന്നു. എനിക്ക് എന്റെ ആദിശേഷനെ നേടാനുള്ള മുഹൂർത്തമായിരിക്കുകയാണ്. ആദിശേഷൻ, ആദിശേഷൻ എന്ന പേര് കേട്ട തൽക്ഷണം തന്നെ അവനെ ഒന്ന് കാണാൻ, അവനോടൊന്ന് ഉരിയാടാൻ, അവനെ ഒന്ന് പുണരാൻ എന്റെ മനസ്സ് വിതുമ്പുകയാണ്. ആ ശിവാനിയെ എത്രയും വേഗം ക്രൂരമായി കൊലപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. അതെ, ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നു കഴിഞ്ഞിരിക്കുന്നു. എത്രയും വേഗം ഞാൻ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം എന്തെന്നാൽ എന്റെ ആദിശേഷനെ കണ്ടുപിടിക്കുക എന്നതാണ്. തീർച്ചയായും അവൻ എന്നെ ഒരു നോക്ക് കണ്ടു കഴിഞ്ഞാൽ അവന്റെ മനസ്സ് അലിഞ്ഞു പോകുമെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. അവൻ എന്റെ അകാര ഭംഗി കണ്ട് അവൻ എന്നിലേക്ക് വന്ന് അലിഞ്ഞു ചേരണം. യഥാർത്ഥ സ്നേഹം എന്താണെന്നറിയണം. എനിക്ക് അവനെയാണെങ്കിൽ എന്റെ പ്രണയത്തിൽ അവനെ മയക്കി വീഴ്ത്തണം. അങ്ങനെ എനിക്ക് ആ ശിവാനിയെ കൊന്നുകളഞ്ഞേ പറ്റൂ. ഘോര അമാവാസിക്ക് മുമ്പ് എന്റെ ആദിശേഷന്റെ കൂടെ എനിക്ക് നാഗലോകത്തേക്ക് തിരിച്ചു പോകണം. അതിനാ ഞാൻ കാത്തിരിക്കുന്നു. ആദിശേഷൻ, നിന്നിലേക്ക് അലിഞ്ഞു ചേരാൻ ഞാനിതാ വരികയാണ്. എന്താ എനിക്കിങ്ങനെ തോന്നുന്നത്? ഇത്രയും നാള് തൃശ്ശൂൽ എന്റെ ജീവനായിരുന്നു. ഇപ്പോ എനിക്കവൻ എത്രയോ വർഷങ്ങളായിട്ട് പരിചയമുള്ളതുപോലെ തോന്നുകയാണ്. എനിക്കും അവനും എന്തോ കണക്ഷൻ ഉണ്ട്. എനിക്കവന് ഒരുപാട് വർഷത്തെ പരിചയം എന്തുകൊണ്ടാ തോന്നിയത്? എന്തുകൊണ്ടാണ് എന്റെ മനസ്സ് അവനിലേക്ക് ഇത്രത്തോളം അടുക്കുന്നത്? ഒന്നും മനസ്സിലാവുന്നില്ല. എന്റെ ജീവിതം ഇപ്പോ വല്ലാത്ത ചോദ്യം മാത്രമായി. എനിക്ക് ഉത്തരം അറിഞ്ഞിട്ടും ഒന്നും ഓർമ്മ വരുന്നില്ല. എന്താ ചെയ്യാ ഞാൻ? അയ്യോ, എന്റെ മറ്റേ മോതിരം എവിടെ പോയി? അയ്യോ, അറിയാതെ എങ്ങാനും ഫാം ഹൗസിൽ അത് വീണ് പോയിട്ടുണ്ടാവോ? അങ്ങനെയാണെങ്കിൽ അത് പോലീസുകാർക്ക് കിട്ടി കേസ് എങ്ങാനും ആവോ എന്തോ. ഞാൻ എന്താ ചെയ്യാ? ആദ്യം ഇവിടെ ഒന്ന് നോക്കാം. ശിവാനി, എന്താ ശിവാനി മുഖത്താകൊരു ടെൻഷൻ? എവിടേക്കെങ്കിലും പോകാൻ ഇറങ്ങിയതാണോ? അല്ല, എവിടേക്കാണെന്ന് വെച്ചാൽ ഞാൻ ഡ്രോപ്പ് ചെയ്യാം. എവിടേക്കാ പോകണ്ടേ? അമ്പലത്തിലേക്ക് പോവായിരുന്നു. ഓ, അമ്പലത്തിലേക്കായിരുന്നോ? അങ്ങനെയാണെങ്കിൽ ഞാൻ നിന്റെ കൂടെ വരാം. എനിക്ക് അവിടെ കുറച്ച് കംപ്ലൈന്റ്സ് ബോധിപ്പിക്കാനുണ്ടായിരുന്നേ. എന്നാ പിന്നെ പോവാ. ഏയ് വേണ്ട, ഞാൻ തനിച്ചു പോകണം. അങ്ങനെയാ? വല്ല നേർച്ച നടത്താനുണ്ടോ? അതെ, അങ്ങനെ ഒരു നേർച്ചയുണ്ട്. ഓ, അമ്പലത്തിലേക്ക് ഒറ്റയ്ക്ക് പോയി നടത്തേണ്ട നേർച്ചയൊക്കെ ഉണ്ടോ? അല്ല, ഞാൻ അങ്ങനെ ഒന്നും കേട്ടിട്ടില്ലേ. അല്ല, കാര്യം നീ ഇവിടെ നിന്ന് ഒറ്റയ്ക്ക് തന്നെ പോകുന്നേ. പക്ഷെ അവിടെ ചെന്ന് കഴിയുമ്പോ അവിടെ വേറെയും ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ? അപ്പൊ പിന്നെ നീ ഒറ്റയ്ക്ക് എങ്ങനെ ഈ നേർച്ച നടത്തുക? അതങ്ങനെയല്ല തൃശ്ശൂൽ. എങ്ങനെയാണെന്ന് വെച്ചാ ഒറ്റയ്ക്ക് പോയി പ്രാർത്ഥിച്ചിട്ട് വരണം. ഒറ്റയ്ക്ക് ചെന്ന് അവിടെ ചെന്ന് കുറച്ചു നേരം ഇരുന്നിട്ട് മനസ്സിന്റെ ഭാരം എല്ലാം ഇറക്കി വെച്ചിട്ട് തിരികെ ഇങ്ങ് വരണം. നീയും എന്റെ കൂടെ വന്നു കഴിഞ്ഞാ അങ്ങനെ എനിക്ക് കരഞ്ഞു പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് പറഞ്ഞതാ. ശിവാനി,
അതിന് മാത്രം അവിടെ ചെന്ന് കരഞ്ഞു പ്രാർത്ഥിക്കാനുള്ള എന്ത് വിഷമം നിനക്കുണ്ടായത്? ആയിക്കോട്ടെ, സന്തോഷിക്കേണ്ട കാര്യം എന്താണുള്ളതെന്ന് പറ. ഇല്ല, ചുറ്റും സംഭവിക്കുന്ന കാര്യങ്ങള് എല്ലാം പേടിപ്പിക്കുന്ന കാര്യങ്ങളാണ്. എന്റെ മനസ്സിലിപ്പോ ഒരുപാട് ചോദ്യങ്ങളുണ്ട്, ഒന്നിനും ഉത്തരം കിട്ടുന്നില്ല. സ്വാമിജി ആണെങ്കി നമ്മുടെ രണ്ടുപേരുടെയും ജീവൻ അപകടത്തിലാണെന്ന് പറഞ്ഞില്ലേ? ഇങ്ങനെയൊക്കെ ഉള്ളപ്പോ സമാധാനമായിട്ട് സന്തോഷത്തോടെ ജീവിക്കുന്നത് എങ്ങനെയാ തൃശൂൽ? അതുകൊണ്ടാ അമ്പലത്തിൽ പോയിട്ട് പൂജ ചെയ്തിട്ട് വരാന്ന് വിചാരിച്ചത്. എല്ലാം നല്ലതിനാവട്ടെ. എന്തൊക്കെയോ മനസ്സിൽ വെച്ചാണല്ലോ സംസാരിക്കുന്നത്. എന്തായിരിക്കും കാര്യം? ഇതാണ് എന്റെ പ്രിയതമന്റെ ഭവനം, നാഗരാജൻ ആദിശേഷൻ വസിക്കുന്ന ഭവനം. നാഗലോകത്തിന്റെ മഹാരാജൻ, ഈ മായാങ്കനിയുടെ പ്രിയതമൻ. ഈ രൂപത്തിൽ പോയാൽ ശരിയാവില്ല. എന്നെ സ്നേഹിക്കില്ല, നോക്കില്ല, പ്രണയിക്കില്ല. ഞാൻ ഇങ്ങനെ പോയാൽ അവൻ ചോദിക്കുന്ന ഓരോ ചോദ്യത്തിനും ഉത്തരം പറയാൻ എനിക്ക് സാധിക്കില്ല. ആദ്യം എങ്ങനെയെങ്കിലും വീടിനകത്ത് കയറി പറ്റണം. അതിലൂടെ അവന്റെ മനസ്സിനകത്ത് കയറണം. എങ്ങനെ പോകും? അതിനെന്താണ് വഴി? ശിവാനി, എന്റെ മനസ്സ് വേദനിപ്പിക്കുന്നവൾ, എന്റെ പ്രിയതമനെ എന്നിൽ നിന്ന് അകറ്റിയെടുത്ത എന്റെ ഏറ്റവും വലിയ ശത്രു. ഈ നിമിഷം എനിക്ക് അവളെ കൊന്നുകളയാം. വേണ്ട, ഇവൾ മഹാശക്തിശാലിയാണെന്ന് എനിക്കറിയാം. തൽക്കാലം ഒന്നും ചെയ്യണ്ട. ഉപായം കാട്ടി അവളെ അപായത്തിലാക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ ഞാൻ ആദ്യം ചെയ്യേണ്ടത് എന്റെ ആദിശേഷനെ പോയി കാണണം, സംസാരിക്കണം, കെട്ടിപ്പിടിക്കണം. എന്നാൽ മാത്രമേ എന്റെ മനസ്സും ശരീരവും എല്ലാം സമാധാനിക്കുകയുള്ളൂ. ഹേ ശിവാനി, ഞാൻ വന്നിരിക്കുന്നു. നിന്റെ അന്ത്യം തുടങ്ങുകയായി. അതിനുള്ള ആരംഭമാണിത്. എന്താ മോളെ ശിവാനി, ഇപ്പൊ നീ അമ്പലത്തിലേക്ക് പോയതല്ലേ ഉള്ളൂ, ഇത്ര പെട്ടെന്ന് തൊഴുതിട്ട് തിരിച്ചു വന്നോ? എന്തു പറ്റി? എന്തെങ്കിലും മറന്നുപോയോ? ആ, ഒരു കാര്യം മറന്നു. ആരെയാ? നിന്റെ ഭർത്താവിനല്ലല്ലോ അല്ലേ? എന്താ മോളെ ശിവാനി, നീ എന്തെങ്കിലും മറന്നുപോയോ? അമ്പലത്തിൽ പോയിട്ട് പെട്ടെന്ന് തിരിച്ചു വന്നെന്താ? അത് ആ, വീട്ടിലെല്ലാവർക്കും നല്ലത് വരാൻ വേണ്ടി പ്രാർത്ഥിച്ച് കുറച്ച് കാശ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അമ്പലത്തിൽ പോകുമ്പോ അത് എടുക്കാൻ ഞാൻ മറന്നു. അത് എടുക്കാൻ വേണ്ടിട്ടാ ഞാൻ തിരികെ വന്നത്. ശരി മോളെ, എന്നാ ചെല്ല്. ഒന്ന് നിന്നേ. നീ ശിവാനി അല്ല. ഞാൻ പറഞ്ഞു കേട്ടില്ലെന്നുണ്ടോ? എന്താ? ആ, നീ സംസാരിക്കുന്ന രീതിയും ഞങ്ങളോടുള്ള നിന്റെ ഇപ്പോഴത്തെ പെരുമാറ്റമൊക്കെ കാണുമ്പോ നീ ശിവാനി അല്ലെന്ന് ഉറപ്പാ. അല്ല, സാധാരണ എന്നോട് എന്താ അങ്കിളെന്ന് ചോദിക്കുന്നതിന് പകരം ഇപ്പൊ എന്താ എന്ന് മാത്രമേ ചോദിക്കുന്നുള്ളൂ. എന്റെ ഗോവിന്ദമ്മാവ, അമ്മാവൻ ഭയങ്കര കോമഡി പറയാണല്ലോ. നിന്റെ ചിരി പോലും ശിവാനിയുടേതല്ല. സൂപ്പർ സൂപ്പർ ആയിട്ടുണ്ട് ഗോവിന്ദമ്മാവ. എന്താ അടിപൊളിയായിട്ട് കോമഡി ഒക്കെ പറയുന്നത് നിങ്ങള്. അമ്മാവന്റെ കോമഡി കേൾക്കുമ്പോഴേ എനിക്ക് എപ്പോഴും തോന്നാറുണ്ടായിരുന്നു, ഇങ്ങനെ കോമഡി പറഞ്ഞാണ് അമ്മാവൻ അമ്മായിയെ വീഴ്ത്തിയതെന്ന്. അതെ മോളെ, എന്റെ കോമഡി സെൻസ് നിനക്ക് നന്നായിട്ട് മനസ്സിലായി. ഇവിടുത്തെ വേറെ ആർക്കൊന്നും മനസ്സിലായിട്ടുമില്ല.